ധർമ്മസ്ഥല ഗൂഢാലോചനയിലെ പങ്ക് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് നടൻ പ്രകാശ് രാജ്. പ്രതി ചിന്നയെ അറിയാം തനിക്ക്. ചിന്നയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഗൂഢാലോചന കേസിലെ മറ്റൊരു പ്രതി ഗിരീഷ് മട്ടന്നവരാണ് ചിന്നയുമായി സംസാരിക്കാൻ അവസരമൊരുക്കിയതെന്നും നടൻ പറയുന്നു. എന്നാൽ സത്യം തുറന്നു പറഞ്ഞാൽ താനും ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞതായും പ്രകാശ് രാജ് ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എന്തായാലും നിർണായകമായൊരു വെളിപ്പെടുത്തൽ നടൻ പ്രകാശ് രാജ് നടത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ക്ഷേത്ര നഗരമായ ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിൽ നടൻ പ്രകാശ് രാജിനും ചില പങ്കുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഈ ഗൂഢാലോചന കേസിൽ പ്രതിയായ ചിന്നയ്യയുമായി താൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പ്രകാശ് രാജിന് തുറന്ന് സമ്മതിക്കേണ്ട അവസ്ഥയുണ്ടായിരിക്കുകയാണ്. തമിഴിലാണ് താൻ സംസാരിച്ചത്. തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്നാണ് ഈ ചിന്നയ്യ തന്നോട് വ്യക്തമാക്കിയത്. ഈ ധർമ്മസ്ഥലം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞാൽ താനും പൊതുസമൂഹവും ഈ ചിന്നയ്യയ്ക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളത് താൻ ചിന്നയ്യയോട് വ്യക്തമാക്കിയിരുന്നു എന്നുള്ളതും പ്രകാശ് രാജ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ചിന്നയ്യയെ തനിക്ക് അറിയില്ല എന്നായിരുന്നു പ്രകാശ് രാജ് വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ പ്രകാശ് രാജിന് ചിന്നയ്യയുമായുള്ള ബന്ധം തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. ഈ ഫോണിൽ നേരിട്ട് നടത്തിയ സംഭാഷണത്തിന് പുറമെ നിരവധി ഓഡിയോ സന്ദേശങ്ങൾ ചിന്നയ്യ അയച്ചിരുന്നു. അത് താൻ അന്വേഷണ സംഘത്തിൻ്റെ മേധാവിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പ്രകാശ് രാജ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഏതായാലും ഈ ചിന്നയ്യയുമായിട്ടുള്ള പ്രകാശ് രാജിൻ്റെ ബന്ധം കൂടുതൽ വ്യക്തമായതോടെ അന്വേഷണ സംഘം ഇപ്പോൾ പ്രകാശ് രാജിലേക്കും എത്തപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് അന്വേഷണ സംഘം പ്രകാശ് രാജിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 200 കോടി രൂപ കേരളത്തിൽ നിന്നും ഈ ക്ഷേത്ര നഗരത്തെ അപകീർത്തിപ്പെടുത്താൻ എത്തിയെന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അത് തനിക്കറിയില്ല എന്നുള്ളതാണ് പ്രകാശ് രാജ് വ്യക്തമാക്കിയത്. അതേസമയം ചിന്നയ്യ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നത് ഈ ഗിരീഷ് മട്ടന്നവർ, സാമൂഹ്യ പ്രവർത്തകനായ ഗിരീഷ് മട്ടന്നവരും പ്രകാശ് രാജും ഈ ക്ഷേത്ര നഗരമായ ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി തന്നെ നിർബന്ധിച്ചു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഹർജി അദ്ദേഹം ഈ ചിന്നയ്യ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രകാശ് രാജ് ചിന്നയ്യയെ തനിക്ക് അറിയാമെന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. വിഷ്ണു, ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.